വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വതന്ത്ര കർഷക അസോസിയേഷൻ കിഫ നേതൃത്വത്തിൽ നെന്മാറ DFO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ആലത്തൂർ, ചിറ്റൂർ താലൂക്കുകളിലെ മലയോര മേഖലയിലെ വന്യമൃഗശല്യം തടയുന്നതിന് നടപടി സ്വീകരിക്കുന്നില്ലെന്നും വന്യമൃഗങ്ങൾ കാർഷിക വിളകൾ നശിപ്പിച്ചതിന് നഷ്ടപരിഹാരം അടിയന്തരമായി ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രക്ഷോഭം നടത്തിയത്. മലയോര മേഖലയിൽ നിന്ന് വാഹനജാഥയായി വന്നാണ് മാർച്ചും ധർണയും നടത്തിയത്. കിഫ ജില്ലാ അധ്യക്ഷൻ സണ്ണി കിഴക്കേക്കര ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ വനം മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ ഞങ്ങളുടെ അടുത്തുള്ള കാഞ്ഞിരപ്പുഴ വനസൗഹൃദ സദസ്സിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിലെ മലയോര മേഖലയിൽ മുഴുവൻ അരാഷ്ട്രീയ സംഘടനകളെ പിടിമുടക്കിയിരിക്കുകയാണ്. ആ കർഷകരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിലേക്ക് കേരളത്തിലെ അരാഷ്ട്രീയ സംഘടനകൾ കർഷകരുടെ ഇടയ്ക്ക് പ്രവർത്തിക്കുകയാണെന്ന് ബഹുമാനപ്പെട്ട വനമന്ത്രിക്ക് ഞാൻ ഇവിടെ വെച്ച് മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ്. കിഫ എന്നാൽ കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ ആണ്, ഒരു രാഷ്ട്രീയ സംഘടനയല്ല. പക്ഷേ ഒരു അരാഷ്ട്രീയ സംഘടന അല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കിഫ എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണെങ്കിൽ, അത് പൗരനെ സംബന്ധിക്കുന്നതാണെങ്കിൽ, പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട സർക്കാരുകൾ കാലാകാലങ്ങളിൽ ഭരിച്ചവര് മറന്നു പോകുമ്പോൾ, അവർക്ക് നിവൃത്തിയില്ലാതെ വരുമ്പോൾ അവർ തെരുവിലിറങ്ങുന്നുണ്ടെങ്കിൽ അതിന് കിഫ നേതൃത്വം നൽകുന്നുണ്ട്. പൗരനെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ ഇടപെടുന്നത് കൊണ്ട് തന്നെ കിഫ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, പാലക്കാട് ജില്ല എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയുടെ അതിർത്തിയായ എടത്തനാട്ടുകരയിലെ ഉപ്പുകുളം തൊട്ടിട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അമ്പലപ്പാടിയും കോട്ടപ്പാടവും മേഖലപ്പാടിയും കുമരമ്പത്തൂരും പയ്യനടവും, അത് കഴിഞ്ഞ് തെങ്കരയും അട്ടപ്പാടിയുടെ സമസ്ത മേഖലകളും, അതുപോലെ തന്നെ കാഞ്ഞിരപ്പുഴ, ഇരുമ്പുകച്ചോല, പൂഞ്ചോല, കരിമ്പ 3 ഏക്കർ പ്രദേശങ്ങൾ, ഇവിടെ മൈലമ്പുള്ളി, പുളിയമ്പുള്ളി, തിരിച്ച് മലമ്പുഴ, കവ തുടങ്ങിയ ഏരിയയിലേക്ക് വന്നു. ഇവിടെ നമ്മുടെ മുതലമുടയുള്ള ഏരിയ വരെ വരുമ്പോൾ, പാലക്കുഴി വരെ വരുമ്പോൾ നിരവധി പ്രദേശങ്ങളിൽ ഈ കാട്ടാന വിഷയം ജനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ സെക്രട്ടറി അബ്ബാസ് ഉറവഞ്ചിറ അധ്യക്ഷനായി. അതിജീവന സമിതി ജില്ലാ കോർഡിനേറ്റർ ഫാദർ സജി വട്ടുകളം മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ മേഖലകളിൽ നിന്നുള്ള KG എൽദോ, ചാർലി മാത്യു, മുഹമ്മദ് കുട്ടി, ബെന്നി, KI അബ്ബാസ്, മോളി കവിയിൽ, സുമാ പരമേശ്വരൻ എന്നിവർ പ്രസംഗിച്ചു. ബെന്നി ജോർജ് സ്വാഗതവും രമേശ് ചേവക്കുളം നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.